ഞാൻ പാർക്കിൻസൺ രോഗം ആണ് എന്ന് 2000 സിംറ്റം തുടങ്ങിയെങ്കിലും 2010 ഇത് ഐഡൻറ്റിഫൈ ചെയ്തത്. അതൊരു ന്യൂറോ സർജൻ ആണ് പറഞ്ഞു, ഇത് പക്ക പാർക്കിൻസണാണ്. അന്ന് മുതൽ 2010 മുതൽ 2012 വരെ ഞാൻ ഇതിനുള്ള അലോപ്പതിയിൽ ആളുകളുടെ ചികിത്സാ വിധി സിംട്രോപ്പ എന്നുള്ള ഗുളികയാണ് പ്രധാനമായിട്ട്. അത് 4 ഗുളിക വീതം കഴിച്ചിരുന്ന ഞാൻ 2 കൊല്ലമായപ്പോൾ ഈ 2 ഗുളിക വീതം കഴിച്ചു. അങ്ങനെ 2 കൊല്ലമായിട്ടും അത് കൺട്രോൾ ആവാത്തതുകൊണ്ടാണ് ഞാൻ മാനസ സരോവരത്തിൽ വന്നത്. അവിടുന്ന് ട്രീറ്റ്മെൻറ്റ് തുടങ്ങി. 9 മാസത്തെ ട്രീറ്റ്മെൻറ്റോട് എനിക്ക് പരിപൂർണമായിട്ട് മാറി. 9 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ എല്ലാ സ്ഥലങ്ങളിലും പോകാനും ടൂർ പോകാനും യാത്ര ചെയ്യാനൊക്കെ അവരുടെ ആരോഗ്യം കിട്ടിയിരിക്കുക. പക്ഷേ ഞാൻ ഒരു നീണ്ട കാലം ഇതിൻ്റെ പഥ്യം ശീലിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ മാത്രമല്ല, എനിക്ക് സൗകര്യങ്ങളുണ്ടായതുകൊണ്ട് എല്ലാ കർക്കിടക മാസത്തിലും ഞാൻ ഇവിടെ വന്ന് ഉഴിച്ചിൽ ചെയ്തിരുന്നു. 2021 വരെ. 2021 മുതൽ ഞാൻ ട്രീറ്റ്മെൻ്റ് ഒന്നും നടത്തുന്നില്ല. ഞാനിപ്പോൾ വളരെ ആരോഗ്യവാനാണ്. വളരെ സന്തോഷമുണ്ട് ഈ കാര്യത്തിൽ. ഏതായാലും എനിക്ക് എല്ലാവരോടും റെക്കമെൻഡ് ചെയ്യാൻ സാധിക്കും ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റ്. ഞാനൊരു ലിവിങ് എവിഡൻസാണ്, അത് മാറും എന്നുള്ള കാര്യത്തിൽ. അതേ സമയത്ത് എന്നോട് വേറെ പി കെ ദാസ് വാണിയംകുളത്തുള്ള പി കെ ദാസ് ഹോസ്പിറ്റലിലെ സീനിയർ മെഡിക്കൽ ഓഫീസറാണ് ഡോക്ടർ അലവി. അദ്ദേഹം പറഞ്ഞ എന്നോട് പാർക്കിൻസൺ മാറില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ മാറിയല്ലോ, നിങ്ങളത് മാറിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പാർക്കിൻസൺ അല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തെ പോലത്തെ ഒരു ഡോക്ടർ എന്നോട് പറഞ്ഞാൽ നിങ്ങൾ പാർക്കിൻസൺ ആണെന്ന്. ഞാൻ ആദ്യം ഇത് സെൻറ്റിമെൻ്റലാന്ന് വിചാരിച്ച് കൊണ്ടുവരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, സർ ഇത് സെൻറ്റിമെൻ്റലാണ്, അല്ല ഇത് പക്ക പാർക്കിൻസൺ ആണെന്ന്. അന്ന് ഡോക്ടർ തരുന്നു തൃശ്ശൂരുള്ളത്. അദ്ദേഹം പറഞ്ഞാൽ പാർക്കിൻസൺ ആണ്. എന്നാൽ അന്ന് മുതൽ ട്രീറ്റ്മെൻറ്റ് തുടങ്ങി. 2012 വരെ അലോപ്പതി നോക്കി, സക്സസ് അല്ല. ഞാൻ പിന്നെ ഈ മാനസ സരോവരത്തിൽ വന്നു ട്രീറ്റ്മെൻറ്റ് തുടങ്ങി. 9 മാസത്തെ ചികിത്സ എനിക്ക് പരിപൂർണ്ണം മാറി. എങ്കിലും ഞാൻ ചികിത്സ നിർത്തിയില്ല. ഞാൻ ചികിത്സ നിർത്തിയ 2021 അപ്പോൾ എനിക്ക് പരിപൂർണ്ണ വിശ്വാസമാണ് ഈ പാർക്കിൻസൺ രോഗത്തിന് ഇവിടെ അല്ലാതെ മറ്റൊരു സ്ഥലത്ത് വിജയപ്രദമായ രൂപത്തിൽ ചികിത്സ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് എനിക്ക് വളരെ അഭിമാനപൂർവ്വം പറയാൻ സാധിക്കും, മാനസ സരോവരത്തിൽ ചികിത്സ വിശ്വസിക്കാവുന്നതാണ്. പക്ഷേ അതിൻ്റെ പഥ്യങ്ങൾ ആരായാലും കറക്റ്റായിട്ട് കൊണ്ടു നടത്തണം, അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. ആയുർവേദത്തെ സംബന്ധിച്ചിടത്തോളം പഥ്യമാണ് പ്രധാനം. പഥ്യം നമ്മൾ ചികിത്സില്ലെങ്കിൽ ആയുർവേദ മരുന്നിന് ഫലമല്ല. അതുകൊണ്ട് എനിക്ക് എല്ലാവരും പറയാനുള്ളത്, ഏത് പാർക്കിൻസൺ രോഗം ബാധിച്ചാലും പറയാനുള്ളത്, നിങ്ങൾ കഴിയുന്നതും വേഗം ഒരു ദിവസം മുന്നേ ഇതിന് ചികിത്സ തുടങ്ങാം. അങ്ങനെ ചികിത്സ തുടങ്ങിയ യാതൊരു സംശയമല്ല, നിങ്ങൾ ആ പഥ്യം കൂടി നിലനിർത്തിയില്ലെങ്കിൽ മാറുന്നുള്ള കാര്യത്തിൽ ഞാൻ പറഞ്ഞില്ല, ഞാൻ ഒരു ലിവിങ് എവിഡൻസാണ്. അതുകൊണ്ട് എനിക്ക് എല്ലാ പാർക്കിൻസൺ രോഗികളോടും സഹതാപമുണ്ട്. അവരോട് എനിക്ക് പറയാനുള്ള അപേക്ഷ, നിങ്ങൾ ഇന്നല്ലെങ്കിൽ നാളേക്ക് നീട്ടി വെക്കാതെ ഇന്ന് തന്നെ ചികിത്സ തുടങ്ങണം എന്നാണ് ഞാൻ പറയുന്നത്. എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ മാത്രം.